ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചോളപ്പൊടി കൊണ്ടുള്ള ചോളപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടൊരു ചരുവത്തിലോട്ട് നമുക്ക് ചോളപ്പൊടി എടുക്കാം. ചോളപ്പൊടി എടുത്ത ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഒരു 3/4 കിലോ ചോളപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ പൊടിയൊന്ന് നനച്ചെടുക്കാം. പുട്ടിൻ്റെ പരുവത്തിനാണ് ആ പൊടി നനയ്ക്കേണ്ടത്. വെള്ളം കൂടി പോകരുത്, അത് വളരെ ശ്രദ്ധിക്കണം. വെള്ളം ആവശ്യമെങ്കിൽ കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് അത് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ലവണ്ണം മിക്സാക്കി എടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോളപ്പുട്ടാണ് ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത്. ചോളപ്പൊടി കിട്ടുന്നവരെല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ് നമ്മുടെ ചോളപ്പുട്ട്. അങ്ങനെ നമ്മൾ ചോളപ്പൊടി നനച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. വെള്ളം കുറേശ്ശെ ആയിട്ട് തളിച്ച് ഒഴിച്ച് നമുക്ക് നനച്ചെടുത്താൽ മതി. ഒറ്റ ട്രിപ്പിന് വെള്ളമെല്ലാം കൂടെ ഒഴിച്ചാൽ അത് കൂടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം ഈ പരുവത്തിനാണ് നമ്മുടെ പൊടി ആകേണ്ടത്. അപ്പം നമ്മുടെ പൊടി നനച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു പുട്ടുകുടം നമുക്ക് അടുപ്പിൽ വയ്ക്കാം. ആ പുട്ടുകുടത്തിൽ വെള്ളം തിളയ്ക്കുന്ന പരുവത്തിന് വേണം നമുക്ക് പുട്ട് റെഡിയാക്കാനായിട്ട്. ആദ്യമായിട്ട് നമുക്ക് പുട്ടുകുടത്തിലോട്ട് പൊടി നിറയ്ക്കാം. ആദ്യം ചില്ലിടാം. ചില്ലിട്ട ശേഷം നമുക്ക് തിരുമിയ തേങ്ങ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച്. അതിന് ശേഷം നമുക്ക് ചോളപ്പൊടി ഒരു പകുതിയോളം ഇട്ട് കൊടുക്കാം. പകുതി ചോളപ്പൊടി ഇട്ട ശേഷം കുറച്ച് തേങ്ങയുടെ ഇട്ട് അതിന് ശേഷം വീണ്ടും നമ്മൾ ചോളപ്പൊടി ഇട്ട് നിറയ്ക്കുകയാണ്. നനച്ച ചോളപ്പൊടിയാണ്. അങ്ങനെ നമ്മൾ ചോളപ്പൊടി കൊണ്ട് അത് നിറച്ചിരിക്കുകയാണ്. വളരെ ഈസിയായിട്ട് പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇനി നമുക്ക് ആ പുട്ടുകുടത്തിൻ്റെ മണ്ടയ്ക്കായിട്ട് പുട്ട് ഊറ്റി വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആവി വരും. ആവി വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ആവി വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ പുട്ട് റെഡിയായി വെന്ത് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ആ പുട്ട് ഊറ്റി ആ പുട്ടുകുടത്തിൽ നിന്നും മാറ്റാം. നമ്മുടെ പുട്ട് വെന്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ആ പുട്ട് കുത്തി നോക്കാം. അടപ്പെടുത്ത ശേഷം നമ്മൾ പുട്ട് കുത്തിയെടുക്കുകയാണ്. ആഹാ, നമ്മുടെ പുട്ട് റെഡിയായിരിക്കുകയാണ്. യാതൊരു കുഴപ്പമില്ല. നല്ല ഒന്നാം തരം പുട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ്. വീണ്ടും നമുക്ക് ചോളപ്പുട്ട് ഉണ്ടാക്കാം. നമ്മൾ ചില്ല് വെച്ച ശേഷം കുറച്ച് തേങ്ങ തിരുമിയത് അതിൻ്റെ ഉള്ളിലിട്ട് കൊടുക്കുന്നു. നനച്ച് വെച്ചിരിക്കുന്ന ചോളപ്പൊടി ഇട്ട് കൊടുക്കുന്നു. പകുതി ഇട്ട ശേഷം വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നു. വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിൽ നനച്ച് വെച്ച ചോളപ്പൊടി ഇട്ട് കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ പുട്ടിൻ്റെ മെത്തേഡ്. പൊടി നനച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമ്മുടെ പുട്ട് ഇവിടെ റെഡിയായി കഴിയുന്നതാണ്. പൊടി നനയ്ക്കാനും ഒരു 2 മിനിറ്റ് മതി. 5 മിനിറ്റിനുള്ളിൽ പുട്ട് റെഡി. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പുട്ട് എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കണേ. നമ്മുടെ പുട്ട് റെഡിയായി ആവി വന്നിരിക്കുകയാണ്. ആവി വന്നു കഴിഞ്ഞാൽ പുട്ട് റെഡിയായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം.
അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ചോളപ്പുട്ട് ഇവിടെ റെഡിയായി. വീണ്ടും നമുക്ക് അതിൻ്റെ മുകളിലുള്ള അടപ്പെടുത്ത ശേഷം ഒരു കമ്പ് ഉപയോഗിച്ച് ആ പുട്ട് നമുക്ക് കുത്തിയിടാം. അങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ചോളപ്പുട്ട് ഇവിടെ റെഡിയായിട്ടിരിക്കുകയാണ്. ഈ ചോളപ്പുട്ടിൻ്റെ പ്രത്യേകത ഫൈബർ ഇഷ്ടം പോലെ ഇതിൻ്റെ അകത്തുണ്ട്. മിനറൽസ്, വൈറ്റമിൻസ്, അങ്ങനെ എല്ലാവിധ നല്ല ഐറ്റംസും ഉള്ള ഒരു പുട്ടാണ് ഈ ചോളപ്പുട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. 5 മിനിറ്റിനുള്ളിൽ നമുക്ക് പുട്ട് റെഡിയാക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ മനോഹരവും ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള ചോളപ്പുട്ട്. കണ്ടോ, കാണുമ്പോൾ തന്നെ എന്താ ഭംഗി. കഴിക്കുമ്പോൾ അതിഭയങ്കര ടേസ്റ്റുമാണ്. അങ്ങനെ നമ്മുടെ ചോളപ്പുട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കണേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ചോളപ്പൊടി കൊണ്ടുള്ള ചോളപ്പുട്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ് ഈ ചോളപ്പുട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വെറൈറ്റി പുട്ടാണ്, ടേസ്റ്റി ആൻഡ് വെറൈറ്റി. എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ ബൈ.